ഹായ് ഓൾ, എല്ലാവർക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പായി ഒരു കാര്യം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പല വിഷയങ്ങളിലും ക്ലാസ്സുകൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? 21-ാം ഭേദഗതി, 24-ാം ഭേദഗതി, 26-ാം ഭേദഗതി, 27-ാം ഭേദഗതി. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 24-ാം ഭേദഗതി. 24-ാം ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു കേസ് പറയാം. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ഈ കേസിൽ. ഈ ഗോലക്നാഥിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പഞ്ചാബിൽ ഒരു 500 ഏക്കറോളം കൃഷിഭൂമി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അവിടെ എന്ത് ചെയ്തു? പഞ്ചാബിൽ 1953 പഞ്ചാബ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. പഞ്ചാബ് സെക്യൂരിറ്റി ആൻഡ് ലാൻഡ് ടെനേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം. ആ നിയമത്തിൻ്റെ പ്രത്യേകത, നിയമം അനുസരിച്ചിട്ട് ഒരാൾക്ക് സാധാരണ ഒരു 30 ഏക്കർ ഭൂമി വരെയൊക്കെ കൈവശം വെക്കാൻ അനുവദിക്കത്തുള്ളായിരുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ സർക്കാർ അവിടെ ഉത്തരവിറക്കി, പ്രസ്തുത ഭൂമി 30 ഏക്കർ മാത്രം കൈവശം വെച്ചിട്ട് ബാക്കി വിട്ടുകൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ കുടുംബം നമ്മുടെ സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തു. 1953 നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിൽ അവർ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, അവർക്ക് ഇഷ്ടമുള്ള തൊഴിലുമായി മുന്നോട്ട് പോകുന്ന, അതായത് അവരുടെ മൗലിക സ്വാതന്ത്ര്യം അവിടെ ലംഘിക്കപ്പെട്ടു. അതേപോലെ ആർട്ടിക്കിൾ 14 പ്രകാരം ലഭിക്കേണ്ട തുല്യ പരിരക്ഷ അവർക്ക് ലഭിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് അവർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. അങ്ങനെ സുപ്രീം കോടതി ഇത് പരിശോധിച്ച് വിധി പുറപ്പെടുവിച്ചു. അതിൽ പറഞ്ഞു, നമ്മൾ കൊണ്ടുവന്ന 1953 നിയമമുണ്ടല്ലോ, അത് 17-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും നിയമാനുസൃതമായ തൊഴിലേർപ്പെടാനും ഭൂമി ഏറ്റെടുക്കാനുമുള്ള മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന നിഗമനത്തിലാണ് ലാസ്റ്റ് സുപ്രീം കോടതി വന്നത്. അങ്ങനെ സുപ്രീം കോടതി അതിലൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത്, പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരം ഇല്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അതിനൊക്കെ ശേഷം നമ്മൾ കൊണ്ടുവന്നതാണ് ഈ പറഞ്ഞ ഭേദഗതി, 24-ാം ഭേദഗതി. അപ്പോൾ 24-ാം ഭേദഗതിയിൽ പറയുന്നത് എന്താ? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അതാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ ഈ കേസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967. അതിൽ സുപ്രീം കോടതി പറഞ്ഞ എന്തായിരുന്നു? ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന നിഗമനത്തിലാണ് ആ കേസിലെത്തിയത്. പിന്നീടാണ് 1971 24-ാം ഭേദഗതി വരുന്നത്. അതിൽ പറഞ്ഞു, പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട്. പ്രത്യേകം ഓർത്തോണം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാ? 24-ാം ഭേദഗതി. 24-ാം ഭേദഗതി. 24-ാം ഭേദഗതി പ്രകാരം അതിൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്?
സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: 44-ാം ഭേദഗതി, 46-ാം ഭേദഗതി, 47-ാം ഭേദഗതി, 49-ാം ഭേദഗതി. ഒരുപാട് തവണ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ് ഈ സ്വത്ത് സമ്പാദനം. മൗലികാവകാശത്തിൽ നിന്നും എടുത്തു കളഞ്ഞ ഒന്നാണ്. അതിനെപ്പറ്റി സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചോദ്യം ഒന്നും കൂടെ വായിക്കാം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഉത്തരം ഏതാ? 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശം എന്നതിനെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റി വെറും നിയമാവകാശം മാത്രമാക്കി. 1978 ഈ പറഞ്ഞ 44-ാം ഭരണഘടനാ ഭേദഗതി. അത് പ്രകാരം ആർട്ടിക്കിൾ 31 പ്രകാരം ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് നിയമാവകാശം മാത്രമാക്കി. മൗലികാവകാശങ്ങൾ പറയുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. ഭാഗം 3-ൽ ഉൾപ്പെട്ടിരുന്ന ഒന്നാണ് സ്വത്തവകാശം. ആർട്ടിക്കിൾ 31 പ്രകാരം സ്വത്തവകാശം മൗലികാവകാശമായിട്ടുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്തു? പിന്നീട് 44-ാം ഭേദഗതിയിലൂടെ, ഏതു വർഷം? 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി നിയമാവകാശം മാത്രമാക്കി. അങ്ങനെ 44-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 12-ലാണ്. അതോടെ നോട്ട് ചെയ്തോണം. ഭാഗം 12-ലാണ് സ്വത്തവകാശം നിലവിൽ തന്നിട്ടുള്ളത്. ആദ്യം ഏതിലായിരുന്നു? ഭാഗം 3-ൽ മൗലികാവകാശങ്ങളിലായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ഏതിലേക്ക് മാറ്റി? ഭാഗം 12-ലേക്ക് സ്വത്തവകാശത്തെ കൊണ്ടുവന്നു. ഇപ്പോൾ നിയമാവകാശം മാത്രമാണ്, മൗലികാവകാശം അല്ല. ഓക്കെ. 44-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 300A. ഈ 44-ാം ഭരണഘടനാ ഭേദഗതി വരുന്ന സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയും പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം 44-ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷമായിരുന്നു? 1978. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമാവകാശം മാത്രമാക്കി. നിലവിലെ സ്വത്തവകാശം ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 12. 44-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. 44-ാം ഭരണഘടനാ ഭേദഗതി സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾ കണ്ടു. ഇനി മൂന്നാമത്തെ ചോദ്യം: അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻസ്: 350, 359, 300, 360. അപ്പോൾ ഏത് വകുപ്പ് പ്രകാരമാണ്? 350 ഉണ്ട്, 359 ഉണ്ട്, 300 ഉണ്ട്, 360 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ആർട്ടിക്കിൾ 359. 359. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ടൊരു കണ്ടീഷൻ, ആർട്ടിക്കിൾ 359 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാം. ഏതൊക്കെ ആർട്ടിക്കിൾ ഒഴികെ? ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള മൗലികാവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള മൗലികാവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാൻ ആർട്ടിക്കിൾ 359 പ്രകാരം അധികാരമുണ്ട്. ആർട്ടിക്കിൾ 359 അനുസരിച്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാം. ആർട്ടിക്കിൾ 20-ൽ പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 21-ൽ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ആർട്ടിക്കിൾസൊക്കെ നമ്മൾ പഠിക്കും.
ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലിക അവകാശങ്ങളെല്ലാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് റദ്ദ് ചെയ്യാം. ഈ ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കേട്ടോ, അത് നോട്ട് ചെയ്താണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 359. 359 പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടാം. ഏതൊക്കെ ഒഴികെ? ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള മൗലികാവകാശങ്ങളൊക്കെ നിഷേധിക്കാം. ആർട്ടിക്കിൾ 20 പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചും ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചുമാണ്. ഓക്കെ, നമ്മുടെ അടിയന്തരാവസ്ഥകൾ 3 ടൈപ്പ് ഉണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 352 പറയുന്നു. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ചൈനീസ് യുദ്ധത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1962 ഒക്ടോബർ 26. ആ സമയത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഒക്ടോബർ 26 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതിനെ തുടർന്ന് ചൈനീസ് യുദ്ധത്തെ തുടർന്നായിരുന്നു ആ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ ഏതൊക്കെയാ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആർട്ടിക്കിൾ 359 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മൗലികാവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാം. എന്നാൽ ആർട്ടിക്കിൾ 358 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 358. അതായത് യുദ്ധം മൂലമോ ബാഹ്യ ആക്രമണത്താലോ ഒക്കെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ സമയത്ത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. എന്നാൽ സായുധ കലാപം മൂലമുള്ള ദേശീയ അടിയന്തരാവസ്ഥയിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യുന്നത് ഏത് കേസിലാ? യുദ്ധം മൂലമോ ബാഹ്യ ആക്രമണത്താലോ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാം. എന്നാൽ സായുധ കലാപം മൂലമുള്ള ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല. 1978 മുമ്പ് വരെ ഈ സായുധ കലാപം എന്നത് ആഭ്യന്തര കലാപം എന്നായിരുന്നു. അതിനുശേഷമാണ് സായുധ കലാപം എന്നാക്കി മാറ്റിയത്. അപ്പോൾ സായുധ കലാപം മൂലമുള്ള ദേശീയ അടിയന്തരാവസ്ഥയിൽ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആർട്ടിക്കിൾ 359 നേരത്തെ പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യാം. ഏതൊക്കെ ഒഴികെ? ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള മൗലിക അവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്യാം. ആർട്ടിക്കിൾ 358 പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. എപ്പോൾ? യുദ്ധം മൂലമോ ബാഹ്യ ആക്രമണത്താലോ ഒക്കെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. എന്നാൽ സായുധ കലാപം മൂലമാണെങ്കിൽ അവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 3 ചോദ്യങ്ങളാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കണ്ടത്. ആദ്യം കണ്ടത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതായിരുന്നു? 24ാം ഭേദഗതി. രണ്ടാമത് നമ്മൾ കണ്ടത് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 44ാം ഭേദഗതി. ഏത് വർഷമായിരുന്നു 44ാം ഭരണഘടനാ ഭേദഗതി? 1978. പിന്നെ നമ്മൾ മൂന്നാമത് കണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമെന്നായിരുന്നു? ആർട്ടിക്കിൾ 359. 359 പ്രകാരം മൗലികാവകാശങ്ങൾ ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദ് ചെയ്യാം. ഏതൊക്കെ ഒഴികെ? ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെ.
358 പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. യുദ്ധം മൂലമോ വിദേശ ആക്രമണത്താലോ ഒക്കെ ആണെങ്കിൽ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്യാം. എന്നാൽ സായുധ കലാപം മൂലമാണെങ്കിൽ അവിടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയില്ല. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 21, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, എല്ലാവരും ഇത് നോട്ട്ബുക്കിലോ പേപ്പറിലോ കുറിച്ചെടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓരോ ദിവസവും വരുന്ന പോർഷൻസ് പഠിച്ച് അത് റിവൈസ് ചെയ്ത് പോവുക. നിങ്ങൾ സ്ഥിരം റാങ്ക് ഫയൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിക്കുന്നവരുണ്ടാകും. അവർ തീർച്ചയായും അതിനോടൊപ്പം ഈ പോയിന്റ്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ചവരാണെങ്കിൽ ഓക്കെ, പഠിക്കാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും കുറിച്ചെടുത്ത് അതും കൂടെ പഠിക്കാം. നമ്മളിങ്ങനെയുള്ള കുറേ ചോദിക്കാൻ ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഭരണഘടനയുണ്ട്, ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്, ചരിത്ര ഭാഗങ്ങളുണ്ട്, അതേപോലെ സയൻസ് ഉണ്ടാവും, പിന്നെ കണക്കുണ്ടാവും, പിന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതേപോലെ ഉൾപ്പെടുത്തി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ റെഗുലർ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കോച്ചിങ്ങിന് പോകാൻ സാധിക്കാത്തവർ, നമ്മൾ ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്ന ദൗത്യം കൊണ്ടുപോകുന്നത് കോച്ചിങ് സെൻറ്ററിൽ പോകാൻ സാധിക്കാത്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല, ആകെ 25 പേർക്ക് മാത്രമേ ഒരു ബാച്ചിൽ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. ലൈവ് ക്ലാസ്സും അതിനുശേഷം വിശദമായ PDF നോട്ടും ആയിരിക്കും അതിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 96 33 82 78 89 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ചേരാൻ താല്പര്യമുള്ളവർ അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.